ഹലോ നമസ്കാരം, വെൽക്കം ടു ഈ പഠിപ്പിര. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷിൻ്റെ PYQ സീരീസ് ആണ് കേട്ടോ. നമ്മുടെ LDC ആണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ 2024 LDC എക്സാമിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലെ 10 മാർക്ക്, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ PYQs ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നേക്കുന്നത് 2021 NCC എക്സാം വന്നിരുന്നു. നമ്മുടെ എക്സ് സർവീസ്മെന്നിൻ്റെ LDC ക്ലർക്ക് എക്സാം വന്നിരുന്നു. അപ്പോൾ ആ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 10 ക്വസ്റ്റ്യൻസും അതിലെ വൊക്കാബുലറിയും അതുപോലെ തന്നെ ഗ്രാമറും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഇവിടെ ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. ഐ ബോട്ട് എ പെൻ, ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ചോദ്യം വന്നിരിക്കുന്ന ആർട്ടിക്കിളിലെ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ എത്രമാത്രം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെന്നും ഏതൊക്കെ പോർഷൻസ് നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇന്നും ഐഡന്റിഫൈ ചെയ്യാനും കൂടെ പറ്റും കേട്ടോ. അത് PYQയിലൂടെ നമുക്ക് പഠിക്കാം. സോ ആദ്യത്തെ ഇത് A കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ B ആൻ, ഓപ്ഷൻ C ദ, ഓപ്ഷൻ D വിത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർട്ടിക്കിളിൽ A കൊടുക്കണോ, ആൻ കൊടുക്കണോ, ദ കൊടുക്കണോ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കണോ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കണോ എന്നൊരു ചോദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പെന്ന് മേടിച്ചു എന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലൂ എന്താ? ഐ ബോട്ട് എ പെൻ. ഓൾറെഡി എ പെൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പേന വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ വീണ്ടും ആ പെന്നിൻ്റെ കാര്യം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. നോർമലി നമ്മൾ ഒരു പെന്നിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നേരത്തെ എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും ആ പെന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ട് വേർഡായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ദ പെൻ, ആ പറഞ്ഞ പെന്ന് റൈറ്റ്സ് വെൽ എന്ന് കൊടുക്കണം അല്ലെ. നേരത്തെ ആ പെന്നിനെ പറ്റി പറഞ്ഞു, അപ്പൊ ഈ പെൻ എന്തായി? അവിടെ സ്പെസിഫിക് ആയി മാറി, അത് ഡെഫിനിറ്റ് ആയി മാറി. ആ പെൻ അവിടെ സ്പെസിഫിക് ആയി. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? നേരത്തെ പറഞ്ഞ ആ പെന്നിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദ പെൻ റൈറ്റ്സ് വെൽ എന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? ദ പെൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. ആറുണ്ട്, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, അവർ ഉണ്ട്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രിൻസിപ്പൽ അലോങ് വിത്ത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്ലൂ എന്താണെന്നറിയോ? അലോങ് വിത്ത് ആണ് നമ്മുടെ ക്ലൂ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ അല്ലെ കോൺകോഡ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അലോങ് വിത്ത് വന്നാൽ, അലോങ് വിത്ത് പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് അക്കമ്പനീഡ് ബൈ അല്ലെ. അലോങ് വിത്ത് പോലെ as much as, accompanied by, together with, ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. as much as, accompanied by, together with ഒക്കെ ഇതുപോലെയുള്ള യൂസേജാണ്. അപ്പം ഇങ്ങനെയുള്ളത് വന്നാലും നമ്മൾ എന്ത് കൊടുക്കണം? സബ്ജക്റ്റ് 1നെ നോക്കുക. ആ ആദ്യത്തെ സബ്ജക്റ്റ്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് വരിക. ആ ആദ്യത്തെ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഏതാണ് ആദ്യത്തെ സബ്ജക്റ്റ്? സിംഗുലർ അല്ലേ? നോക്കിയേ, പ്രിൻസിപ്പൽ ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കണം. സിംഗുലർ വെർബ് കൊടുക്കണം. ആറല്ല, ഈസ് മാത്രമേ ഉള്ളൂ സിംഗുലർ ഉള്ളൂ. അപ്പോൾ ഈ 6 കൊടുക്കണ്ട, ഈസ് കൊടുക്കുക. വേറും പാസ്റ്റ് പ്ലൂറൽ അല്ലേ, അപ്പോൾ അത് നോക്കണ്ട. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ്, സ്റ്റാഫ് പ്ലൂറൽ വെർബാ. അപ്പോൾ നമുക്ക് എവിടെ കൊടുക്കണം? പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ നമുക്ക് അവിടെ പ്രിൻസിപ്പൽ മാത്രം, സ്റ്റാഫിനെ നോക്കിയേ വേണ്ട. അലോങ് വിത്ത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സബ്ജക്റ്റിനെ മൈൻഡ് ചെയ്യേ വേണ്ട. ആദ്യത്തെ സബ്ജക്റ്റിനെ മാത്രം മൈൻഡ് ചെയ്താൽ മതി. ആദ്യത്തെ സബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബ് ഈസ് കൊടുക്കും. അതാണ് അടുത്ത ആൻസർ. അടുത്ത് നോക്കിക്കുക, അതേപോലെ കേട്ടോ. ആസ് മച്ച് ആസും അക്കമ്പനീഡ് ബൈ ടുഗദർ വിത്തും വിത്തൊക്കെ വന്നാലും നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത് നോക്കിയേ, ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ. സാധാരണ ഞാൻ ടീ ആ കുടിക്കുക. ഐ ഓൾവേസ് ഡൂ ദിസ്, എന്താ പറയുക, ഐ ജനറലി ഡൂ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ സാധാരണ ഞാൻ ഇതാ കൊടുക്കുക. ഇത് ടെൻസിലെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. രണ്ടാമത് പക്ഷെ ഇന്ന്, നമ്മുടെ ക്ലൂ എന്താണെന്നറിയോ? സാധാരണ ഞാൻ ഇങ്ങനെയാ, പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിലോ, അവിടെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അവിടെ ടെൻസിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ടെൻസിൽ ഭാഗത്ത് നിന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഐ ആം ഡ്രിങ്കിങ് കോഫി ആണോ, ഡ്രിങ്ക്സ് കോഫി ആണോ, ഡ്രിങ്ക് കോഫി ആണോ, ഈസ് ഡ്രിങ്കിങ് കോഫി ആണോ? നമുക്കറിയാം ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ, സാധാരണ ഞാൻ ചായ കുടിക്കാറ്, ബട്ട് ടുഡേ, പക്ഷെ ഇന്ന് ഞാൻ
ഐയുടെ കൂടെ ഒരിക്കലും ഈസ് ഡ്രിങ്കിങ് വരില്ല, ഐയുടെ കൂടെ ഒരിക്കലും ഡ്രിങ്ക്സ് വരില്ല. അപ്പോൾ ബിയും ഡിയോടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് നമുക്ക് പിന്നെ ആം ഡ്രിങ്കിങ് ഉണ്ട്, ഡ്രിങ്കും ഉണ്ട്. ഐ ഡ്രിങ്ക് കോഫി വരില്ല, ഓൾറെഡി സിമ്പിൾ പ്രസന്റിൽ കൊടുത്തിട്ടുണ്ട്, ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന്, അപ്പോൾ ആ പക്ഷേ ഇന്ന് വരുമ്പോൾ ആ ടെൻസിന് അവിടെ ചേഞ്ച് ഉണ്ട്. അവിടെ എന്ത് കൊടുക്കുന്നു? ഐ ആം ഡ്രിങ്കിങ് എന്ന് കൊടുക്കണം. പക്ഷേ ഇന്ന് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കോഫിയാണ്. അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട എപ്പോഴും എന്തായിരിക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ടെൻസിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമായിട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഗ്രാമറിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ടെൻസിൽ നിന്ന് വന്നു നമ്മൾ കണ്ടു, അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ നിന്ന് വന്നു, പിന്നെ നമ്മൾ കണ്ടത് ഏതാണ്? ആർട്ടിക്കിളിൽ നിന്ന് വന്നു. ഇനി നോക്കിക്കേ, അഡ്ജക്റ്റീവ്സിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നൊരു ചോദ്യം വന്നേക്കുവാണ്. നോക്കിക്കോളൂ. ദിസ് ഹൗസ് ഇസ് ഡാഷ് ദാൻ മൈ ഹൗസ്. ഇവിടുത്തെ നമ്മുടെ ക്ലൂ എന്താ? ഇത് കമ്പാരിസൺ ആണ്, അല്ലെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ക്ലൂ എന്താ? ദാൻ ആണ്. ഇവിടെ ദാൻ വന്നിട്ടുണ്ട് അല്ലേ? ദാൻ വന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് സംഗതി കൊടുത്തിരിക്കുന്നത് അല്ലേ? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. കമ്പാരിറ്റീവ് ഡിഗ്രി വന്ന ഏതാ? ഇവിടെ നമുക്ക് ആസ് ബിക്കാസ് വരില്ല. ആസ് ബിക്കാസ് പറഞ്ഞാൽ പോസ്റ്റ് ഡിഗ്രി ആണ്. ദ ബിഗ്, ദ ഒരിക്കലും പോസ്റ്റ് ഡിഗ്രിയോട് കൊടുക്കുക. അപ്പോൾ സി അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ പോസ്റ്റ് ഡിഗ്രിയോട് വരില്ല. പിന്നെ ദാൻ വന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണം. ദ ബിഗ്ഗസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കണ്ട, വെറും ബിഗർ എന്ന കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കിയാൽ മതി. എന്താ കൊടുത്തും? ദിസ് ഹൗസ് ഇസ് ബിഗർ ദാൻ മൈ ഹൗസ്. എൻ്റെ വീടിനേക്കാളും ബിഗർ ആണ്. കമ്പയർ ചെയ്യുക, രണ്ടിനെ കമ്പയർ ചെയ്യുന്നത്. എൻ്റെ വീട് മൈ ഹൗസിനെയും ഈ ഹൗസിനെ, ദിസ് ഹൗസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബിഗർ ദാൻ മൈ ഹൗസ്. ദാൻ ആണ് അവിടെ നമ്മുടെ ക്ലൂ കേട്ടോ. ദാൻ എന്ന കൺജങ്ഷൻ, കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് നമ്മുടെ ക്ലൂ. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നിന്ന് ചോദിച്ച ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് 1931. പ്രിപ്പോസിഷനിലെ ചോദ്യമാണ് അല്ലേ? പ്രിപ്പോസിഷനിലെ ചോദ്യമാണ്. നമുക്കറിയാം പ്രിപ്പോസിഷനിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ ഡേറ്റ് നോക്കിയേക്കണേ. ഡേറ്റ് ആണ് ഇവിടെ വന്നേക്കണേ. ഡേറ്റ് ആണ് ഓൺ കൊടുക്കാം, അതുപോലെ തന്നെ ഡേ ആണെങ്കിൽ ഓൺ കൊടുക്കാം. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് എന്താ? ഇയർ ആണല്ലേ? 1931 ആണ് വന്നേക്കുന്നത്. 1931 ഇയർ ആണ്. ഇയറിൽ ഇൻറ്റു കൊടുക്കില്ല അല്ലേ? ഇൻറ്റു എന്ന് പറയുമ്പോൾ എപ്പോഴും മൂവ്മെന്റ് ഉണ്ട്, അവിടെ ഇൻറ്റു പറ്റില്ല. ഓൺ നമ്മൾ ഡേയ്ക്കും അതുപോലെ ഡേറ്റിനും എന്ന് പറഞ്ഞു. ഇന്നാണ് മന്തിനും ഇയറിനും കൊടുക്കുക. വിത്ത് കൂടെ എന്നർത്ഥം വരുന്ന അല്ലേ? ഇയറിന് കൂടെ നമ്മൾ കൂടെ എന്ന് കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്ത് കൊടുത്താൽ മതി? ഇന്ന് കൊടുക്കുക. നമ്മൾ മന്തിൻ്റെ കൂടെയും ഇയറിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കും? ഇന്ന് കൊടുക്കും. അതും വളരെ കോമൺ ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ച് വെച്ചോളാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ഈസിലി PYQ വെച്ചിട്ട് ഒരുപാട് PYQ വന്ന് ചോദിച്ച് വീണ്ടും ചോദിക്കപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയത്. അപ്പം ഇങ്ങനെയുള്ള പ്രൊപ്പോസിഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്ത് വെച്ചു. അപ്പോൾ പ്രൊപ്പോസിഷനിൽ എന്ത് ഭാഗത്ത് നിന്നാണ് ചോദ്യം ചെയ്ത് കേട്ടോ. അടുത്ത വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്ന ഇതിൽ. അതുകൊണ്ട് അതൊന്ന് ഫോക്കസ് ചെയ്തോണം. ഓക്കെ, അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ. വൺ ഓഫ് ഹിസ് ഡാഷ് ഇസ് സ്റ്റഡിങ് ഇൻ മുംബൈ. നമുക്കറിയാം സബ്ജക്റ്റിവിടെ വൺ ഓഫ് കഴിഞ്ഞാൽ അല്ലേ? വൺ ഓഫ് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിട്ടു കൊടുക്കേണ്ടത്? ഇവിടെ കമ്പാരിസൺ പോട്ടെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൺ ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് സിംഗുലർ ആണ് വെർബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗുലർ വെർബാണ് കൊടുത്തേക്കുന്നത് അല്ലേ? വൺ ഓഫ് കഴിഞ്ഞിട്ട് സിംഗുലർ വെർബ് കൊടുത്തേ, ഈസ് എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? വൺ ഓഫ് കഴിഞ്ഞ് എപ്പോഴും വരുന്നത് ഈസ് അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ വാസോ, അങ്ങനെ സിംഗുലർ ആയിട്ടുള്ള വെർബുകളെ കൊടുക്കാവുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? വൺ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലൂറലാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? വൺ ഓഫ് കഴിഞ്ഞ് എപ്പോഴും വരുന്ന എന്താ? പ്ലൂറൽ നൗണോ അല്ലെങ്കിൽ പ്ലൂറൽ പ്രോനൗണോ അല്ലേ? പ്ലൂറൽ നൗണോ പ്ലൂറൽ പ്രൊനൗണോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ നൗണ വന്നേക്കുന്നത്. സൺ ഉണ്ട്, സൺസ് ഉണ്ട്, സൺസ് അപ്പോസ്ട്രോഫി എസ് ഉണ്ട്, സണ്ണി ഉണ്ട്. സണ്ണി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ പേര് പറയും സണ്ണി. ഇപ്പോൾ പേരായിരുന്നെങ്കിൽ എസ് ക്യാപിറ്റൽ വന്നിട്ട് ഇപ്പോൾ അഡ്ജക്റ്റീവ് വരും. അപ്പോൾ സൺസ് ആണെങ്കിലോ നമ്മൾ അപ്പസ്ട്രോഫി കൊടുക്കുക, പൊസിഷൻ കൊടുക്കുക. ആരുടെയും പൊസിഷൻ ഇവിടെ പറയണില്ല. അപ്പോൾ എന്നാ കൊടുക്കണം? സൺസ് എന്ന പ്ലൂറൽ നൗൺ കൊടുക്കണം അല്ലേ? വൺ ഓഫ് ഹിസ് സൺസ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ വൺ ഓഫ് മാത്രമല്ല, ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് യൂസേജ് ആണ്. either of, each of, neither of, any of, ഇത്രയൊക്കെ ശേഷം നമ്മൾ എന്താ കൊടുക്കണേ? പ്ലൂറൽ നൗണോ പ്ലൂറൽ പ്രൊനൗണോ കൊടുക്കണം. either of my friends, each of my friends, neither of my friends, any of my friends. അങ്ങനെ സിമിലർലി either ofും each ofും neither ofും any of ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹി റാൻ ഡാഷ്. ഫാസ്റ്റ് ആണോ, ഫാസ്റ്റ്ലി ആണോ, ഹാർഡ്ലി ആണോ, സ്വിഫ്റ്റ് ആണോ? റാൻ ആണ് അവിടുത്തെ നമ്മുടെ വെർബ് അല്ലേ. വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ അഡ്വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അഡ്ജക്റ്റീവ് അഡ്വേർബ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഇത് അഡ്ജക്റ്റീവ് അഡ്വേർബ് നമ്മൾ ഡിഫറൻസ് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഹി റാൻ, അവൻ ഓടി എന്നാ പറയുന്നത്. ഓടി ഫാസ്റ്റ് ടെൻസാ. ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫാസ്റ്റ്ലി ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്, സ്വിഫ്റ്റ്ലി ഉണ്ട്. ഹാർഡ്ലി അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിയാ. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഓടിയില്ല എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഹാർഡ്ലി റാൻ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ എന്താ കൊടുക്കുക, ഹാർഡ്ലി നെഗറ്റീവ് അഡ്വേർബ് അല്ലേ. മാത്രമല്ല അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി. ഹാർഡ്ലി ഒരിക്കലും വെർബിന് ശേഷം ഇട്ട് കൊടുക്കില്ല, ഒരു വെർബിന് മുൻപിലേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സ്വിഫ്റ്റ് ഒരു അഡ്ജക്റ്റീവാണ്, അതുകൊണ്ട് അതിനെ കട്ട് ചെയ്യാം. ഫാസ്റ്റ്ലി ഉണ്ടോ, ഫാസ്റ്റ്ലി എന്നൊരു വേർഡ് ഇല്ല ഇംഗ്ലീഷിൽ. ഫാസ്റ്റ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവും അതുപോലെ അഡ്വേർബും. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം, ഹി റാൻ ഫാസ്റ്റ് എന്ന് കൊടുക്കണം. ഹി റാൻ ഫാസ്റ്റ്. ഫാസ്റ്റ്ലി ഇല്ല കേട്ടോ, ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല. സ്വിഫ്റ്റ്ലി ആയിരുന്നെങ്കിൽ ഓക്കെ. സ്വിഫ്റ്റ്ലി ഫാസ്റ്റ് ഒരേ വാക്കാണ്, സ്പീഡായിട്ട് പോയി എന്നുള്ള അർത്ഥമാണ്. പക്ഷേ സ്വിഫ്റ്റ് അഡ്ജക്റ്റീവാണ്, സ്വിഫ്റ്റ്ലി ആണ് അഡ്വേർബ്. ഹാർഡ്ലി വരാൻ പറ്റില്ല, അഡ്വേർബ് ഫ്രീക്വൻസി, അപ്പോൾ അതും പറ്റില്ല. അടുത്ത് നോക്കാം, മീനിങ്. ഇത്രയും എന്നുള്ളത് നമ്മൾ പഠിച്ചത് ഏതാ, നമ്മുടെ ചോദ്യങ്ങളെല്ലാം ഗ്രാമറിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ഇനി വരാൻ പോകുന്ന 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടുന്ന, വൊക്കാബുലറി പാർട്ടിലെ ചോദ്യമാണ്. നോക്കിയേ, വൊക്കാബുലറി പാർട്ടിലെ ചോദ്യം. ദ മീനിങ് ഓഫ് ഹാർമണി. നമ്മുടെ കൊടുത്തേക്കുന്ന വേർഡ് ഏതാ, ഹാർമണി എന്ന വാക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, എന്താ പീസ് ആൻഡ് ഹാർമണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സന്തോഷത്തിലും സമാധാനത്തിലും എന്നൊക്കെ പറഞ്ഞാൽ. ഹാർമണിയുടെ മീനിങ് ഞാൻ പറയുന്നില്ല. ഹാപ്പിനെസ് ആണോ, സാഡ്നെസ് ആണോ, കംപ്ലീറ്റ് ആണോ, അഗ്രിമെന്റ് ആണോ? ഹാർമണി നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാ, പോസിറ്റീവ് വാക്കാ. അപ്പോൾ സാഡ്നെസ് എന്തായാലും എൻ്റെ മീനിങ് വരില്ല. ഹാപ്പിനെസ്, കംപ്ലീറ്റ്, അഗ്രിമെന്റ്. ഏതാ എൻ്റെ മീനിങ്? അഗ്രിമെന്റ് അല്ലെ. ഹാർമണിയിലാണെന്ന് പറഞ്ഞാൽ എഗ്രിമെന്റില്ല അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല, നമ്മൾ സന്തോഷത്തിലാണ് പോകുന്നത്. ഹാർമണി, അഗ്രിമെന്റ്. വേറെ അതിന്റെ പറ്റിയ സിനോണിംസ് ഏതാ? അതിന്റെ കുറച്ചുകൂടി സിനോണിംസ് നമുക്ക് ഓർത്ത് വെക്കാം, പഠിച്ചു വെക്കാം. പിന്നെ വന്നാലോ, കൺസെൻസസ്. എഗ്രിമെന്റിന്റെ എക്സാമ്പിൾ അല്ലെ, കൺസെൻസസ്. അതുപോലെ തന്നെ ഒരു ആണ്. യൂണിറ്റി പറയാം, യൂണിറ്റി ഹാർമണിന്റെ വേറെ എഴുതാം. ഓക്കെ, കോൺഗ്രുവൻസ്. ഇതൊക്കെ എന്ത് പെടുന്ന സിനോണിംസ് ആയിട്ട് വരുന്ന. അഗ്രിമെന്റ് പറയാം, കോൺഗ്രുവൻസ് പറയാം, അതുപോലെ കൺസെൻസസ് പറയാം, യൂണിറ്റി പറയാം. ഹാർമണിയുടെ സിനോണിംസ്. അടുത്ത ഏതാ സിനോണിമാ ചോദിച്ചേക്കുന്നത്? സിനോണിം ഓഫ് സീസ്. സീസ് ചെയ്യാം. സീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വണ്ടി സീസ് ചെയ്ത് പോകുന്നവൻ എന്നാ അർത്ഥം? വണ്ടി സീസ് ചെയ്ത് പിടിച്ചോണ്ട് പോവുക അല്ലെ, പിടിച്ചോണ്ട് പോവുക, അതാണ്. ഗിവ് അപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാച്ച് ഉണ്ട്, റിട്ടേൺ ഉണ്ട്, അതുപോലെ തന്നെ ലീവ് ഉണ്ട്. സീസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓർത്തോണേ, ഗിവ് അപ്പ് അല്ല സീസ്, ക്യാച്ച് ചെയ്യുക. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നർത്ഥമാണ്. നമുക്ക് അതിന് പറ്റിയ വേറെ സിനോണിംസ് ഒന്ന് ഓർത്ത് വെക്കാം. വേറെ സിനോണിംസ് കൂടെ പരിചയപ്പെട്ടു വെക്കാം. ക്യാച്ചിന് പറ്റിയതാ ഗ്രാബ് ചെയ്യുക പറയാം, ഗ്രാസ്പ് ചെയ്യുക പറയാം. ഗ്രാബ്, ഗ്രാസ്പ്, ഹോൾഡ്, ടേക്ക് ഹോൾഡ് അല്ലേ, ടേക്ക് ഹോൾഡ്, പിടിച്ചെടുക്കുക. ഇതൊക്കെ ഇതിൽ സിനണിമായിട്ട് പറയുന്ന കേട്ടോ. സീസി എന്നുള്ളതിൻ്റെ സിനണിമായിട്ട് പറയാം. അടുത്തതും ഒരു സീസാണ്, പക്ഷെ ഈ സീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സീസ് എന്താ? അടുത്ത വരുന്ന സീസ് ഏതാ നമ്മൾ കേട്ട് പരിചയമുണ്ട്. ഇതും കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന വേർഡുകളാണ് അല്ലേ. ഈ സീസും കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന വേർഡുകളാണ്. നോക്കാം, അതിൻ്റെ മീനിങ് കൂടെ നോക്കാം. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് മീനിങ് ആണോ? അല്ല, ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ആന്റണിം ആണേ. നമുക്ക് ഇതിൻ്റെ ആന്റണിം കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് ആന്റണിം, സീസിൻ്റെ ആന്റണിം. ആന്റണിം എന്താ നോക്കണ്ടേ? സീസിൻ്റെ ആന്റണിം എന്താ? സീസ് എന്ന വാക്കിൻ്റെ ആന്റണിം. സ്റ്റോപ്പ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂ ഉണ്ട്, ബിഗിൻ ഉണ്ട്, ക്വിറ്റ് ഉണ്ട്. ഈ സ്റ്റോപ്പ് അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂ ഒക്കെ പറയുന്നതൊക്കെ അതിൻ്റെ സിനണിംസാണ് അല്ലേ. ക്വിറ്റ് ചെയ്യുക ഒക്കെ അതിൻ്റെ സിനണിംസാണ്. ക്വിറ്റ് ഒരു കാര്യം, സീസ് ചെയ്യുക, നിർത്തുക, എൻഡ് ചെയ്യുക അല്ലേ, അതിൻ്റെ ഇതൊക്കെ സിനണിംസാണ്. ആകെപ്പാടെ ഓപ്പോസിറ്റായി ഒരേ വാക്ക് ഏതുള്ളത്? ബിഗിൻ എന്ന് പറയുന്ന വാക്ക് മാത്രം, ബിഗിൻ അല്ലേ. മറ്റ് ആന്റണിംസ് ഏതൊക്കെയാ? ഇതുപോലെ പറയാൻ പറ്റുന്ന വേറെ ആന്റണിംസ്? ബിഗിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, ഇനിഷ്യേറ്റ് ചെയ്യുക, കമൻസ് ചെയ്യുക, ഇതൊക്കെ സിനണിംസിൽ പെടുന്ന അല്ലേ. സ്റ്റോപ്പ്, ഹോൾട്ട്, ഡിസ്കണ്ടിന്യൂ, ക്വിറ്റ്, ഫിനിഷ്, ടെർമിനേറ്റ് ഒക്കെ സീസിൻ്റെ സിനണിംസുമാണ്. അപ്പോൾ ഇങ്ങനെ വേർഡ്സ് പഠിക്കാൻ നമ്മൾ ഓരോ ദിവസമായിട്ട് വേർഡ്സ് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് പറയാം ചോദിച്ചേക്കുന്ന മേഖല. സിനണിംസിൽ നിന്നും ആന്റണിംസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇഡിയംസിൽ നിന്ന് ചോദ്യം വരാം, ഫ്രേസൽ വെർബിൽ നിന്ന് ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മേഖലയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ LDC 2021
നമ്മുടെ എക്സ് സർവീസ്മെൻ എക്സാമിന് വേണ്ടി ചോദിച്ചൊരു ക്വസ്റ്റൻ ആട്ടോ LDCയിലെ 2021 ക്വസ്റ്റൻ ആയിരുന്നു, ക്വസ്റ്റൻ പേപ്പർ ആയിരുന്നു അത്. അപ്പോൾ ഇത് 10 ക്വസ്റ്റൻസ് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ മറ്റ് എക്സാമ്പിളുടെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്ഥിരമായിട്ട് ക്വസ്റ്റൻ PYQ സീരീസ് ക്വസ്റ്റൻ പേപ്പർ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഈ പഠിപ്പൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ എത്തും. അതുപോലെ പ്ലേലിസ്റ്റ് ഇട്ടേക്കാം. ഇത് കൂടാതെ നമുക്ക് SCRTയുടെ വൊക്കാബുലറി നമ്മൾ തുടങ്ങുന്ന ഉടനെ തന്നെ അതിനും പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ചാനൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ഇടാനും മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. താങ്ക് യു.